ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാക്കട്ടെ. വീണ്ടും തിരുവചനമായ ദിവസത്തിലായിരിക്കാം ദൈവം ഹല്ലേലൂയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനത്തെ ചിന്തയ്ക്കായി റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്വർഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായ സ്വതം തിരുവചനമായി വീണ്ടും അങ്ങനെ പാതപടത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. വചനത്തിൽ കൂടി ഞങ്ങൾ ഇടപെടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമം തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് കർത്താവ് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് നാം ഏറ്റുപറയണം. ആദ്യം നാം ചെയ്യേണ്ടത് കർത്താവിനെ നാം വായ് കൊണ്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത് പറയുന്നത് അവനെ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. രണ്ടാമത് ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ, കർത്താവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെ ചെയ്താൽ, അങ്ങനെ വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയെക്കുറിച്ച് നാം എത്ര പാപിയായിക്കോട്ടെ, നാം എത്ര ദോഷിയായിക്കോട്ടെ, ഹല്ലേലൂയ, നമുക്കിത് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സുവർണ്ണ അവസരം വന്ന രക്ഷയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അവന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറന്നു കൊടുത്താൽ അവൻ അകത്ത് വന്ന് പ്രവേശിക്കുകയും നമുക്ക് അവനോട് കൂടി പന്തി പോകാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ വചനം കേൾക്കുന്ന ഹല്ലേലൂയ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതുവരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു കോളിംഗ് കൂടിയാണ് ഇത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നിങ്ങളെ മുട്ടുകയാണ്. സ്വതാ രക്ഷ. നിങ്ങൾ എത്ര വലിയ പാവിയായിക്കോട്ടെ, എത്ര വലിയ ദോഷിയായിക്കോട്ടെ, ലോകം വെറുത്തവരായിക്കോട്ടെ, നീചരായിക്കോട്ടെ, എന്നാൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് കർത്താവെ, ഞാൻ നിന്നെ ഹല്ലേലൂയ, കർത്താവിനെ ഞാൻ യേശുവിനെ കർത്താവെന്ന് കൊണ്ട് ഏറ്റു പറഞ്ഞ് കർത്താവ്, ഞാൻ നിൻ്റെ പിതാവായി, ഞാൻ യേശുവെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് നാം കൊണ്ടൊന്ന് ഏറ്റുപറയും. യേശുവിനെ മരിച്ചവരെ നിന്ന് ഹല്ലേലൂയ ഹൃദയം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാം ചെയ്താൽ നാം രക്ഷിക്കപ്പെടുകയും ചെയ്യും. സ്വർഗം ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ പ്രിയ പുത്രനും പുത്രിയുമായി സ്വർഗത്തിൽ പേരെഴുതുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് അങ്ങനൊരു അവസരം ദൈവം തരിക. ഹല്ലേലൂയ. എത്രയും ദിവസം നിങ്ങൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണെങ്കിലും എന്നൊരവസരം ദൈവമക്കളെ, ഹല്ലേലൂയ, കുഞ്ഞെ, മാതാവേ, പിതാവേ, ഇതുവരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ഒരു പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഒരു നിമിഷം ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലെ പാവങ്ങളെല്ലാം ദൈവത്തിൽ ഏറ്റു പറഞ്ഞ് കർത്താവേ, നിൻ്റെ മകനാകുവാൻ, നിൻ്റെ മകളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ സ്വീകരിക്കണമേ എന്ന് ഒരു നിമിഷം ദൈവസന്നിധി നിങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തോട് ഹല്ലേലൂയ നാം വായിച്ച വാക്ക് പ്രകാരം വചനം ഏറ്റു പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങൾക്ക് ആ രക്ഷയെ നിങ്ങൾക്ക് സൗജന്യമായി നൽകുവാനിടയായിത്തീരും. ആകയാൽ പ്രിയ ദൈവമക്കളെ, ആ രക്ഷയെ അലക്ഷ്യമാക്കി കളയാതെ നാളെ നമുക്ക് ഒരവസരം ഇത് ഇങ്ങനെ ലഭിക്കുമോ എന്നറിയില്ല. അല്ലെങ്കിൽ നാം ഈ വചനം കേട്ടുകൊണ്ടിരുന്നത് ഒരു അടുത്ത നിമിഷം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്ക് ആ രക്ഷ നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് തരുന്ന ഓരോ സുവർണ്ണ അവസരവും, ഓരോ രക്ഷയുടെ ഹല്ലേലൂയ ആ കൃപ നാം ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. ആ രക്ഷയെ നാം ഒരിക്കലും തള്ളിക്കളയരുത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് സൗജന്യമായ ദൈവം തന്ന ആ രക്ഷയെ നാം സ്വീകരിപ്പാൻ തയ്യാറായാൽ ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ ദൈവം നമ്മൾ പേരെഴുതുകയും അവൻ്റെ പുത്രനും പുത്രിയുമാക്കി ദൈവം നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. ആകയാൽ ഈ രക്ഷയെ വീണ്ടും അലക്ഷ്യമാക്കി കളയാതെ ഈ രക്ഷയെ നാം പ്രാപിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകയാൽ ഈ രക്ഷയെ നമുക്ക് സ്വീകരിക്കാം. ഈ രക്ഷ അലക്ഷ്യമാക്കിയാൽ ആ പുത്രൻ്റെ സ്നേഹത്തെ നമുക്ക് പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.